ഞണ്ടൂർക്കോണം വാർഡിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പ്രദീപ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു വലിയൊരു ടാസ്ക്കാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സി.പി.ഐയുടെ കയ്യിൽ നിന്നും വാർഡ് പിടിച്ചെടുക്കുക എന്നത്. ഇത് എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷയാണ്. 100%. ആ വാർഡിൽ ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെ? അല്ല, ഞാൻ പറഞ്ഞ 2015, 2020 ഞാൻ അവിടുത്തെ ജനപ്രതിയായിരുന്നു. ആ 2015-20 ജനപ്രതിയായിരുന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഒട്ടനവധി വികസന പ്രവർത്തനം. കാര്യം പറയുമ്പോൾ ഒരു MLA-ക്ക് ചെയ്യാൻ കഴിയാത്ത വികസന 5 വർഷം ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനം ഞാൻ ആ വാർഡിൽ കൊണ്ട് ഏകദേശം 35 കോടി രൂപയോളം വരുന്ന പദ്ധതികൾ, കുടിവെള്ളമായിക്കോട്ടെ, ജനകീയ ആസൂത്രണ പദ്ധതിയായ നമ്മുടെ PM ആവാസ് യോജന ആവട്ടെ, പിന്നെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, കാർഷിക മേഖല ആയിക്കോട്ടെ, എല്ലാ മേഖലയും പ്രോജക്റ്റ് അവസാനിച്ച ജിക്ക പ്രോജക്റ്റ് വഴി കൊണ്ടുവന്ന പൈപ്പ് ലൈൻ, അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 35 കോടി രൂപ 5 വർഷം കൊണ്ട് ആ വാർഡിൽ കൊണ്ട് നടപ്പിലാക്കി. ഞാൻ എന്നിൽ നിന്ന് ഏത് രീതിയിലാണെന്നറിയില്ല ആ വാർഡ് നമ്മളിൽ നിന്ന് പിടിച്ച് CPI എടുത്തു. പക്ഷേ ജഗദീശ്വരൻ്റെ ആ ഒരു രീതി ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രപഞ്ചത്തിൻ്റെ ശക്തി കൊണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന ഈ കഴിഞ്ഞ 5 വർഷത്തെ അവിടുത്തെ വാർഡിൻ്റെ അവസ്ഥയാണ്. നമ്മളത് ആ കണ്ണീര് നമ്മുടെ പ്രവർത്തകരുടെ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ച വാർഡ്, ഇത്രയും നന്നായി കൊണ്ടുപോയ വാർഡിനെ നമ്മളിൽ നിന്ന് ഏത് തരത്തിലായാലും ശരി അവരെ പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. 5 വർഷം ആ വാർഡ് വളരെ ശോചനീയമായ അവസ്ഥ. ഇന്ന് നിങ്ങൾ ആ വാർഡ് വന്നാൽ പഞ്ചായത്തിലൊക്കെ ഒരു നല്ല റോഡുകളാണ്, നമ്മുടെ റോഡുകളെല്ലാം താറുമാറായി കിടക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഒരിടത്തും ഇല്ലാത്ത അവസ്ഥ. ഞാൻ കൊണ്ടുവന്ന ആദ്യമായിട്ട് നഗരസഭയിൽ ആദ്യത്തെ ആയുർവേദ ആശുപത്രി കെട്ടിടം കൊണ്ടുവരുന്നത് ഞാനാണ്. ആ കെട്ടിടം ഇന്ന് വരെ അത് പൂർത്തിയാക്കിയിട്ട കെട്ടിടത്തിൽ അതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം, അതായത് ഡോക്ടർമാരുടെ സേവനം, അതുപോലെ തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും കൊണ്ടുവരാതെ ആശുപത്രി കെട്ടിടം ഇന്ന് താൽക്കാലികമായി പ്രവർത്തിക്കുന്ന അവസ്ഥ കൊണ്ടുവന്നു. അപ്പോൾ പറയാനാണെങ്കിൽ മണിക്കൂറുകളോളം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം ആ വാർഡിൽ അവർ ഉണ്ടാക്കി വെച്ചു. ശരിക്കും പറഞ്ഞാൽ 10-20 വർഷം പിറകിലേക്ക് ആ വാർഡിനെ കൊണ്ടുപോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ ജനങ്ങൾ 2 കൈ നീട്ടിയാണ് എന്നെ സ്വീകരിച്ചത്. പ്രതിഭയെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായി മുന്നോട്ട് പോയി നിങ്ങളോടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ജനങ്ങൾ അത്രയേറെ അവിടുത്തെ കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തിയിരിക്കുകയാണ്. എനിക്ക് 100% ഇപ്പോൾ എനിക്ക് ഒരു പേടിയുമില്ലാത്ത അവസ്ഥയാണ്. കാര്യം ഞാൻ അല്പം പേടിച്ചിരുന്നു നേരത്തെ, ഒന്നുമില്ല. അത്രയേറെ ആൾക്കാർ ആഗ്രഹിക്കുകയാണ്. കാര്യം കുടിവെള്ളം ഇന്ന് ഒരു 15 ദിവസമായി ചില പ്രദേശത്ത് കുടിവെള്ളം എത്തിയിട്ട് അവിടെ ഒരു നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വാട്ടർ ടാങ്ക്, നിർമ്മാണം പകുതി വഴിയിലായ ഒരു വാട്ടർ ടാങ്ക് 2018 കൊണ്ടുവന്നു. അത് ഇന്ന് വരെ അത് പൂർത്തീകരിച്ചിട്ടില്ല, അത് കിടക്കുകയാണ്. ജനങ്ങളെ ഓരോ അവസരത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇവർ വോട്ട് പിടിക്കാറുള്ളത്. ഈ അടുത്ത സമയത്ത് ഒരാഴ്ച മുമ്പ് 4-5 റോഡുകൾ JCB വിളിച്ച് കൊത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നാശമായി കിടന്ന റോഡുകളെ വീണ്ടും JCB ഉപയോഗിച്ച് ഞങ്ങളിപ്പോൾ ഉടനെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ പല കാര്യങ്ങൾ ഈ സമയത്ത് ഈ കഴിഞ്ഞ 5 വർഷം ഇവർ വെറുതെ ഇരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പ് ഒരു ഓട്ട പ്രദർശനം നടത്തി എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ചുട്ട മറുപടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അവർക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഉറപ്പായിട്ട് BJP ആ വാർഡ് പിടിച്ചെടുക്കും.